ഹലോ ഇറ്റ്സ് മീ തഫ്സിറ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വേറെ ഒന്നല്ല, ഈ വീഡിയോയിൽ കാണുന്ന സ്ലൈഡർ കാർഡ്, സേവ് ദ ഡേറ്റ് സ്ലൈഡർ കാർഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അത് ഇതുപോലെ എങ്ങനെയാണ് നമുക്ക് ഒരു സേവ് ദ ഡേറ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക, എന്തായാലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ് ആദ്യം നമ്മൾ എടുക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് പിൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ആപ്പ് ഉള്ളവർ എടുക്കുക, ഇല്ലാത്തവർ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട്, അതായത് നമുക്കൊരു ഫസ്റ്റ് ആ കാർഡിൻ്റെ മുകളിൽ കുറച്ച് നല്ലൊരു ഭംഗിയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടണം. അപ്പോൾ ഞാൻ ഇതാണ് മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുതന്നെ ഫസ്റ്റ് ആ ഒരു ഹോം പേജിൽ വന്നു. അപ്പോൾ അതിങ്ങനെ ഫോളോ ചെയ്തിട്ട് അതിൽ ഭംഗിയുള്ളത് കണ്ടെത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പിൻട്രസ്റ്റിലുള്ള ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ ഒരു 3 ഡോട്ട് ഉണ്ടാവും. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ഇമേജ് എന്നുണ്ടാവും. അങ്ങനെ നമുക്ക് വേണ്ട പിക്ചർ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യാൻവ ആപ്പാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലിത് ഞാൻ A4 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കാർഡിൻ്റെ സൈസ് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ മനസ്സിൽ കാണണം കേട്ടോ. A4 ഡോക്യുമെൻ്റ് എടുക്കുക. അപ്പോൾ ഞാൻ A4 എടുത്തിട്ട് A4ൻ്റെ പകുതി, ഇത് ഒരു A5 സൈസിലുള്ള ഒരു കാർഡാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ള 2 പിക്ചർ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് കേട്ടോ. ഒന്ന് നമുക്ക് ഉള്ളിൽ ഇങ്ങനെ ഒരു കാർഡ്, ഇങ്ങനെ ഡീറ്റെയിൽസൊക്കെ, വെഡ്ഡിങ് ആണെങ്കിൽ വെഡ്ഡിങ് ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുള്ള കാർഡ് വേണമല്ലോ. അപ്പോൾ അതാണ് ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിൻട്രസ്റ്റിൽ നിന്ന് തന്നെ. അപ്പോൾ അതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നമുക്ക് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഡീറ്റെയിൽസാണ് ഞാൻ കരുതിയിട്ടുള്ളത്. ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞാൻ ആദ്യം ഗ്യാലറിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഇമേജ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ അത് ആദ്യം മുകളിൽ ആഡ് ചെയ്യുകയാണ്. പിന്നെ ബ്രൈഡിൻ്റെ അല്ലെങ്കിൽ ഗ്രൂമിൻ്റെ പേര് എഴുതുക. എന്നിട്ട് അതിൽ താഴെ പാരൻസ് നെയിം, പിന്നെ 2 പാരൻസ് നെയിമൊക്കെ എഴുതിയിട്ട് പിന്നെ താഴെ വി ആർ ഗെറ്റിംഗ് മാരീഡ്, അങ്ങനെയാണ് ഞാൻ കരുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട്, അപ്പോൾ ഇതാണ്, ഈ ഒരു കാർഡാണ് നമ്മൾ സ്ലൈഡർ കാർഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ താഴേക്ക് വലിക്കുമ്പോഴാണ് നമ്മുടെ ബ്രൈഡ് അല്ലെങ്കിൽ ഗ്രൂം ഇങ്ങനെ താഴേക്ക് വരുന്നത്. ബ്രൈഡിനെ താഴേക്ക് വരുത്താം, അല്ലെങ്കിൽ ഗ്രൂമിനെ താഴേക്ക് വരുത്താം. ഓക്കെ, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. എഴുതിയതൊന്നും കാണിച്ചിട്ടില്ല, സിമ്പിളാണ്. ടെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഏതാ ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ സേവ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മുകളിൽ കാണുന്ന താഴേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സേവ് ആവും, ഗ്യാലറിയിലുണ്ടാവും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ ചെയ്തത് A5 ചെയ്യാട്ടെ. A5 ചെയ്യണം എന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ A4 അങ്ങനെ ചെയ്തു വന്നു. അത് കുഴപ്പമില്ല, നമുക്ക് പിന്നെയും A4 ചെയ്യണം. അപ്പോൾ നമുക്ക് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ A5 ചെയ്യുക കേട്ടോ. അപ്പോൾ A4 ഡോക്യുമെൻറ്റ് വീണ്ടും ക്യാൻവ ആപ്പ് എടുത്തിട്ട് A4 ഡോക്യുമെൻറ്റിന് മുകളിൽ സെർച്ച് ചെയ്തു, താഴെ വന്നു. അത് നമ്മൾ ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഗ്യാലറിയിൽ നിന്ന് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡും അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വെക്കാനുള്ള ബാക്ക്ഗ്രൗണ്ടും ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് 2 ഭാഗത്താക്കി വെച്ച് കൊടുക്കുകയാണ്. A4 സൈസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് A5 ഒരു സ്ലൈഡർ കാർഡാണ് ഉണ്ടാക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡ് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലൈഡർ കാർഡിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിക്കാനുള്ളതല്ലേ. അപ്പോൾ ആ ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ ഇത് കുറച്ച് ചെറുതാക്കിയിട്ട് സെറ്റ് ചെയ്യണം. A5 കറക്റ്റ് ആക്കണ്ട, A5നേക്കാളും കുറച്ചുകൂടെ ചെറുതാക്കിയിട്ട് കണ്ടോ ഞാനിങ്ങനെ സെറ്റ് ചെയ്തത്. താഴെ കുറച്ചിങ്ങനെ വൈറ്റ് പോർഷൻ കാണുന്നില്ലേ, അപ്പോൾ അത്രയും ഇത് കൊടുത്തിട്ട് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേതാണെങ്കിൽ, മറ്റേ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അത് A5 കറക്റ്റായിട്ട് ഫുള്ളായി കൊടുത്തിട്ടുണ്ട്. അത് മുകളിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാനുള്ളതാണ്. ഇത് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ വലിക്കാനുള്ളതാണ്. ഓക്കെ, നമുക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ക്യാൻവ ആപ്പ് എടുത്തു. ഞാൻ A3 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്തു. അത് ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്യണം. ഇത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ വേറെ നമുക്ക് സേവ് ദ ഡേറ്റ് കാർഡുകൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറേ കാർഡുകൾ വേണമല്ലോ. ഇൻഷാ അല്ലാ കാർഡ് വേണം, സേവ് ദ ഡേറ്റ് എന്ന് എഴുതിയ കാർഡ് വേണം. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതൊക്കെ കാർഡുകൾ ഈ A3 ഞാൻ ആക്കുകയാണ്. അപ്പോൾ ആദ്യം A3 എന്ന് പറഞ്ഞാൽ A4ൻ്റെ, അതായത് A4 2 ഉള്ളതാണ് A3. അപ്പോൾ ഞാൻ A3ൻ്റെ പകുതി
A4 അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ആദ്യം A4 എഡിറ്റ് ചെയ്ത് വെച്ചത് ഇതുപോലെ ഇങ്ങനെ പകുതി ആക്കി കൊടുക്കുകയാണ്. A3ൻ്റെ പകുതി ആക്കി വെച്ച് കൊടുക്കുകയാണ്. ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ള കാർഡുകളൊക്കെ മറ്റേ വശത്ത് വെച്ച് കൊടുക്കണം. അത് ഞാൻ കാണിക്കുന്നില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്ലൈഡർ കാർഡാണല്ലോ, അപ്പോൾ അത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ പ്രിൻ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് മുകളിൽ വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത് കാണുന്നത് ഹൈവറി ചാർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അവൈലബിൾ അല്ല, കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം, ചാർട്ട് പേപ്പർ എടുക്കാം. നമ്മൾ സാധാ ചാർട്ട് പേപ്പർ എടുക്കാം. പക്ഷേ ഇത് ഒന്നുകൂടെ കട്ടി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഹൈവറി ചാർട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ നമ്മൾ ഒന്ന് ഉള്ളിൽ വെക്കാനുള്ളത് ഒന്ന് മുകളിൽ വെക്കാനുള്ളതാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മുകളിൽ വെക്കാനുള്ളതിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് നമ്മൾ ഈ കാർഡ് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ആ ഒരു കാർഡ് ഇങ്ങനെ വെക്കാം, ഹൈവറി ചാർട്ടിൽ വെക്കാം. എന്നിട്ട് അതിൻ്റെ സൈസ് കറക്റ്റ് സൈസിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് അളന്നിട്ട് അങ്ങനെ ഒരു 2 പേജായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. പിന്നെ കുറച്ച് ഒരു 1-2 സെൻറ്റിമീറ്റർ വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇതാണ് 1-2 സെൻറ്റിമീറ്റർ എന്ന് വിടാൻ പറഞ്ഞത്. കാരണം അത് നമുക്കിങ്ങനെ ഈ കാർഡ് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് അളവ് പറയാൻ 20.5 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ നീളം. പിന്നെ 29 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ വീതി. 29 സെൻറ്റിമീറ്ററിൽ നമുക്ക് കുറച്ച് ഭാഗം വിടണം. എന്നിട്ട് നമുക്ക് സെൻറ്ററിൽ ആക്കിയിട്ട് ഇങ്ങനെ മടക്കി ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. എന്തിനാണ് കുറച്ച് ഭാഗം വിടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. കുറച്ച് ഭാഗം വിട്ടിട്ട് ഈ ഒരു 29 സെൻറ്റിമീറ്റർ ഉള്ളത് നമുക്ക് സെൻറ്ററിൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒരു 2 പേജ് പോലെ ആക്കി കൊടുക്കുക. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഈ ഒരു ഭാഗം ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ കുറച്ച് എക്സ്ട്രാ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള ഭാഗം. ഒരു 1-2 സെൻറ്റിമീറ്റർ മതിയാകും. ഈ ഭാഗം നമുക്ക് ആ ഒരു പേജ് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫേവിക്കോൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമുക്കതിൻ്റെ ഉള്ളിലൂടെ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു കാർഡ് ഇതിലേക്ക് കയറ്റി കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. ഒരു കവറാണ് ഉണ്ടാക്കുന്നത്, കവർ. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും ഫേവിക്കോൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളതില്ലേ. നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ആണ്, അപ്പോഴേ നിങ്ങൾക്ക് ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിലൂടെ ചോദിക്കാം. ഞാൻ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ ഞാൻ വോയിസ് ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഈ ഒരു സംഭവം പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്നത് അതിൻ്റെ ഉള്ളിലും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ കുറച്ചിങ്ങനെ ടൈറ്റായി നിൽക്കരുത്, ലൂസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇറക്കാൻ കഴിയുന്ന രീതിയിൽ അത്രയും ചെറുതാകണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. പിന്നെ നമ്മുടെ ബ്രൈഡിനെയും ഗ്രൂമിനെയും ഞാൻ അതിൻ്റെ ഷേപ്പിൽ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, പക്ഷെ ഒന്നുകൂടെ ഷേപ്പാക്കാമെന്ന് കരുതിയിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് പിൻട്രസ്റ്റിൽ കാർട്ടൂൺ കപ്പിൾ ഫോട്ടോ എന്നൊക്കെ അടിച്ചു കൊടുത്താൽ ഇങ്ങനെയുള്ള ഫോട്ടോസ് കിട്ടും. അപ്പോൾ അത് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിലേക്ക് ആ പേജിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ പ്രിൻ്റ് ചെയ്ത് കിട്ടും. എന്നിട്ട് നമുക്കത് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഞാൻ എവിടെയാണ് നമുക്ക് ബ്രൈഡിനെയും ഗ്രൂമിനെയും വെക്കേണ്ടത് വെച്ചാൽ അവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഗ്രൂം ഇങ്ങനെ താഴേക്ക് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ബ്രൈഡിനെ അവിടെ ഒട്ടിച്ചിട്ട് ഗ്രൂമിനെ ഇങ്ങനെ താഴേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബ്രൈഡിനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഡബിൾ സൈഡ് ടാപ്പാണ് ഒട്ടിക്കുന്നത്. അപ്പോഴേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇങ്ങനെ കുറച്ചിങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ ഒരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഡബിൾ സൈഡ് ടാപ്പ് ഇങ്ങനെ കട്ടിയുള്ളതും കട്ടിയില്ലാത്തതുണ്ട്. അപ്പോൾ കട്ടിയുള്ളതിനെ എടുക്കുക, അതുപോലെയുള്ള ടാപ്പ്. ഓക്കെ.
അപ്പോൾ അങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൂമിനെ അതിൻ്റെ അടുപ്പിച്ച് വെച്ചിട്ട് എവിടെയാണ് നമുക്കിങ്ങനെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും, ഇങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കും വല്ലാതെ ഐഡിയ ഇല്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് ഈ ഗ്രൂമിൻ്റെ സെൻറ്റർ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഗ്രൂമിനെ അങ്ങനെ വെച്ച് കൊടുക്കുക, ഒപ്പം വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ, ഗ്രൂമിൻ്റെ സെൻറ്റർ ഒന്ന് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്, ഒരു ലൈന് വരച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഗ്രൂമിനെ ഇങ്ങനെ താഴേക്ക് കറക്റ്റാക്കി ഇങ്ങനെ നിർത്തണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ ഞാൻ ഒരു ചെറിയൊരു ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിലപ്പോൾ താഴേക്ക് ഒന്നും കൂടെ ഇതുപോലെ വരച്ചു കൊടുക്കേണ്ടി വരും. വരച്ചിട്ട് കട്ട് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ കത്രിക യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇല്ലാത്തവർ ഇതുപോലെ ഒരു കട്ടർ മേടിക്കുക, ഉള്ളവർ കട്ടർ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുക. കത്രിക യൂസ് ചെയ്താലൊരു വൃത്തി കിട്ടൂല. നമ്മൾ കട്ട് ചെയ്യുന്നിടത്ത് കണ്ടോ, ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് കട്ട് ചെയ്യുക, പിന്നെ നമുക്ക് ബ്രൈഡിനെ അങ്ങനെ താഴേക്ക് ഇറക്കി നോക്കുക അങ്ങനെ ശരിയായോ എന്നുള്ളത്. അപ്പം ബ്രൈഡ് ഇങ്ങനെ ഫുള്ളായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ അതിൻ്റെ ആ ഒരു കട്ട് ചെയ്തത് കുറച്ചും കൂടെ താഴേക്ക് ഇറക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇത് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. 100% ഞാൻ ഉറപ്പ് തരികയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വലിയ പണിയാണ്, കഴിയില്ല എന്ന് തോന്നും. പക്ഷേ എന്തായാലും നിങ്ങൾക്ക് കഴിയും. ഓക്കെ, അപ്പോൾ ഞാനൊരു ചെറിയൊരു ഡബിൾ സൈഡ് ടാപ്പ് എടുത്തിട്ട് ഈ ഒരു നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഹോളിൽ കൂടെ വെക്കണം. അതായത് താഴെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്രൈഡിൻ്റെയും ഇതൊക്കെ ഡീറ്റെയിൽസ് അടങ്ങുന്ന കാർഡ് വെച്ചിട്ടുണ്ട്. ആ കാർഡുമ്പോഴാണ് നമ്മൾ ആ ഒരു ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഗ്രൂമിന് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ താഴെയുള്ള ആ ഒരു കാർഡ്, അതായത് ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഈ ഒരു കാർഡ് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വലിക്കുമ്പോൾ അത് താഴേക്ക് വരണം. അപ്പോൾ നമ്മൾ അതിന്മേലാണ് ആ ഒരു ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്, അല്ലാതെ മുകൾ വശത്തെ ഈ ഒരു പേപ്പറുമല്ല. ആ താഴെയുള്ള പേപ്പറും ആയതുകൊണ്ടാണ് ഇങ്ങനെ വലിക്കുമ്പോൾ അത് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ സ്ലൈഡർ കാർഡ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും ഈ വീഡിയോ 2-3 തവണ കാണുക. അതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറപ്പ് തരികയാണ് നിങ്ങൾക്ക് കഴിയും എന്നുള്ളത്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ചോദിക്കാം, കമൻറ്റിലോട്ട് ചോദിക്കാൻ റിപ്ലൈ തരും. നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.